ഈ ചക്ക സീസൺ തീരുന്നതിന് മുമ്പ് നമുക്കൊരു അടിപൊളി ഇടിച്ചക്കത്തോരൻ വെച്ചാലോ? ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും ഇപ്പോൾ ചക്കയൊക്കെ ഉണ്ടാകും അല്ലേ? അപ്പം നമുക്ക് സിമ്പിളായിട്ടൊരു ഇടിച്ചക്കത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. ഈ ചക്ക മുറിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ അരക്കമാവാതിരിക്കാൻ നമ്മളിതാ കൈ രണ്ടിലും വെളിച്ചെണ്ണയൊക്കെ തൂത്തിട്ടുണ്ടേ. ബാക്കി വന്ന വെളിച്ചെണ്ണ നമ്മളിതാ നമ്മുടെ കത്തിയിലും തൂത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ചക്ക മുറിക്കാം. അരക്കപ്പം ഒട്ടും തന്നെ കയ്യിലൊന്നും പറ്റത്തില്ലേ. ഇത് റൗണ്ടിൽ നമുക്ക് ഈ ആവശ്യമായ ചക്കയെല്ലാം മുറിച്ചെടുക്കാവേ. ഇത് നമ്മൾ പല ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് പുറന്തോടും മുള്ളും എല്ലാം കളയുവേ. അതിലൊരു മെത്തേഡ് ഇങ്ങനെ റൗണ്ടിൽ മുറിച്ചിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളേ. നിങ്ങൾക്ക് അല്ലാതെ ഇങ്ങനെ റൗണ്ടിൽ മുറിക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തെ മുള്ളൊക്കെ കളയാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ എളുപ്പം നമുക്കിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് സൈഡും വഴി ഇങ്ങനെ ചെത്തിപ്പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ മുള്ളൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. അതിനാണ് കേട്ടോ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ എല്ലാം മുള്ള് പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാവേ. അപ്പോൾ ഇതാ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്, എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും മതിയാവും, ഇത്രയും മതിയാവുമേ. ഇനി കട്ട് ചെയ്ത പീസസിനെ എല്ലാം അരക്ക് നമുക്ക് ഒരു ചകിരി കൊണ്ടോ തുണി കൊണ്ടോ പേപ്പർ കൊണ്ടോ ഇങ്ങനെ ചുറ്റി എടുക്കുമ്പോൾ അതിലുള്ള അരക്ക് അല്ലെങ്കിൽ ചക്കയുടെ ആ കറയെല്ലാം തന്നെ പൊക്കോളൂ. ഈസി ആയിട്ട് നമുക്കങ്ങനെ ചുറ്റി എടുക്കുമ്പോൾ എല്ലാം പൊക്കോളേ. ഇനി നമുക്ക് അതിൻ്റെ നടുക്കിലത്തെ കൂഞ്ഞിലെന്ന് പറയുന്ന ആ ഭാഗം, ഇവിടെ നമ്മൾ കൂഞ്ഞിലെന്നാട്ടോ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അത് നമ്മൾ കറിക്ക് എടുക്കുന്നില്ല കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് അത്യാവശ്യം വലിയ പീസസ് ആക്കി തന്നെ മുറിച്ചിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാൻ വെക്കാവേ. എല്ലാം കുറച്ച് അത്യാവശ്യം മുഴുത്ത പീസസ് ആണെങ്കിൽ വെന്ത് വരുമ്പോഴത്തേനും പൊടിച്ചെടുക്കാനായിട്ട് എളുപ്പമുള്ളൂ. അപ്പം നമ്മൾ പീസസ് എല്ലാം കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം, അല്പം വെള്ളം മതിയേ, ജസ്റ്റ് ഒന്ന് വേകാൻ മാത്രമുള്ളത് മതി. നികക്ക വെള്ളമൊന്നും വേണ്ട. വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ഒരു വിസിൽ തന്നെ മതിയാവും. അത് തന്നെ ധാരാളമായിരിക്കുമേ. അത് നമുക്ക് വേവിക്കാൻ വെക്കാവേ. ആ സമയത്തിന് നമുക്കതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കാന്താരി ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ജീരകം, 2-3 വെളുത്തുള്ളി, പിന്നെ ചുമന്നുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് അരച്ച് വന്നപ്പോഴത്തേനും നമ്മുടെ ഇടിച്ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഓരോ പീസും ഒരു ഇടികല്ലിലിട്ട് നന്നായിട്ട് ഇടിച്ചെടുക്കാം. കൈ കൊണ്ട് പൊടിച്ചാലും ഓക്കെയാണ്, എന്നാലും കുറച്ചുകൂടി ചെറുതാകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇടികല്ലിലിട്ട് ഇടിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അരിയുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ എല്ലാ പീസസും വെന്തെടുത്ത എല്ലാ പീസസും നമുക്ക് ഇതുപോലെ ചതച്ചെടുക്കാം. നമ്മളെല്ലാം അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. വേവിച്ച പീസസൊക്കെ നമ്മൾ നന്നായിട്ട് വേർതിരിച്ച് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കടുക് വറക്കാനായിട്ടുള്ള 2-3 വറ്റൽമുളക്, 3 ചുമന്നുള്ളി, കുറച്ച് ഉഴുന്ന്, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേന് തന്നെ നമ്മൾ എടുത്തു വെച്ച ഉഴുന്ന് ചേർക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉഴുന്ന് ചേർത്ത് അത് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉഴുന്നിടാനായിട്ട് മറക്കല്ല കേട്ടോ. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാവേ. കരിഞ്ഞു പോവാതെ എല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി അത് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുമ്പേ തയ്യാറാക്കി വെച്ച ആ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാവേ. അരപ്പിൻ്റെയൊക്കെ ആ ഒരു പച്ചക്കുത്ത് മാറുന്നോടം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി അതൊന്ന് ചൂടാക്കണേ. ഇനി ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ അരപ്പ് സൈഡിലേക്ക് മാറ്റി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ഇടിച്ചക്കയില്ലേ, അത് നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ഇടിച്ചക്കയെല്ലാം മൊത്തം നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഈ അരപ്പും നമ്മുടെ ചക്കയും എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ആ അരപ്പിൻ്റെ ഫ്ലേവറെല്ലാം എല്ലായിടത്തും വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കുഴഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. പക്ഷേ എല്ലായിടത്തും ഇത് ആകുകയും ചെയ്യണം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് അരപ്പെല്ലാം എല്ലായിടത്തും എത്തിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നടുക്കി മാറ്റിയിട്ട് തട്ടിപ്പൊത്തി വെച്ച് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാവേ. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കണം കേട്ടോ, എങ്ങനെയുണ്ട്, വെന്തോ വേകാറായോ. ഓൾറെഡി ചക്ക വെന്തതായത് കൊണ്ട് കുഴപ്പമില്ല, എന്നാലും അതെല്ലാം നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ആകുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണേ. ഓൾറെഡി വെന്തിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്ന് പിന്നെയും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി അതെല്ലാം ഒന്ന് വറ്റിക്കുന്നിടം വരെ നമുക്ക് അതുപോലെ വേവാനായിട്ട് വെക്കണം കേട്ടോ. ഒരു കുറച്ച് സമയം അവിടെ വെച്ചിട്ട് നമ്മളിതാ നോക്കുമ്പോൾ നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇളക്കി നമുക്ക് തോർത്തിയെടുക്കാവേ. ഇപ്പം നന്നായിട്ട് കാണാം, നല്ല ഡ്രൈ ആയി വരുന്നുണ്ട്, എന്നാലും
കുറച്ച് നേരം കൂടി ഇളക്കി കഴിയുമ്പോഴത്തേനും ആ വെള്ളം മൊത്തത്തിൽ വറ്റി ഒന്ന് തോർന്ന് കിട്ടും. കുഴഞ്ഞു പോകാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാട്ടോ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഇത് മിക്കവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ക്യാബേജ് തോരൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഇതുപോലത്തെ സിമ്പിൾ കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.